Hi friends, welcome to Simis kitchen. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. ഇപ്പോൾ ഒരു ചെറിയ മഴക്കാറൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാട്ടോ. ഇവിടെ നല്ല ഫുൾ പച്ചപ്പാണ് ഇവിടെയൊക്കെ. നിറച്ചും മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഇവിടെ കാണാനായിട്ട്. ആ കാണുന്ന വീട് മുല്ലേട്ടൻ്റെ അനിയൻ്റെ വീടാട്ടോ. തൊട്ടപ്പുറത്ത് കാണുന്നത് മുല്ലേൻ്റെ തറവാടാട്ടോ. എല്ലാം അടുത്തടുത്താണ്. ഒക്കെ ഫുൾ നല്ലൊരു ഗ്രീനറി ഇവിടെ. ഈ പ്ലാവയിലൊക്കെ നിറച്ചും ചക്ക ഉണ്ടായിരുന്നു. പ്ലാവിലെ ചക്കയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് ഒരു കൂട്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, അത് പഴുത്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര കളറാട്ടോ ചക്കയ്ക്ക്. പച്ചച്ചക്കയാണെന്നുണ്ടെങ്കിലും നല്ല പഴുത്തക്കയുടെ ഒരു കളറാണ്. പഴുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഓറഞ്ച് കളറാണ്. അപ്പോൾ ചക്കയെല്ലാം തീർന്നു. ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് മലപ്പുറം ജില്ലയിലുള്ള വീടാട്ടോ. ഇത് പണ്ട് എടപ്പള്ളി ഇതുപോലെയൊക്കെ നിന്നിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെയൊക്കെ ഒത്തിരി മാറിപ്പോയി. ചില ലുലുമാളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മൊത്തം ഫ്ലാറ്റുകളും ബിൽഡിങ്ങുകളൊക്കെ ആയി. ഇപ്പോൾ ഈ പച്ചപ്പൊന്നും അവിടെ കാണാനില്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോൻ്റെ മുന്നിൽ വരുന്നതും. അപ്പം മറ്റൊന്നുമല്ല, നമ്മൾ ടൈറ്റിലിൽ കണ്ടല്ലോ, അത് തന്നെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു നൊസ്റ്റാൾജിക് വീഡിയോ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കൂടാണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇതെൻ്റെ 300ാമത്തെ എപ്പിസോഡാട്ടോ. അതുകൊണ്ടും കൂടെ ആട്ടോ ഞാനിന്നൊരു ട്രഡീഷണൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെയാണ് ഞാനിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കി തരുന്ന മമ്മിയാണ്. അപ്പോൾ ഇപ്പോൾ മമ്മി അടുത്തോട്ട് പോയിട്ട് കുറേ ദിവസമായി, പോകാൻ പറ്റത്തില്ല. മമ്മി എനിക്ക് ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ 2 മാസം കൂടുമ്പോഴും ഞാൻ മമ്മി അടുത്തേക്ക് പോകലുണ്ട്. മമ്മി അടുത്ത് പോയിട്ട് അവിടെ 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരില്ല. അപ്പോൾ ഇങ്ങോട്ട് പോരുമ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സിനാണ് വരുന്നത്. രാവിലെ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. 8:30 ആകുമ്പോഴത്തേക്ക് ബസ് കിട്ടുന്നത്. ബസ് കിട്ടി പിന്നെ നമ്മൾ ഇവിടെ ഈ വളാഞ്ചേരിയിൽ എത്തുമ്പോഴത്തേക്കും മിക്കവാറും ചിലപ്പോൾ ഒരു 12:30, 12:45, ചിലപ്പോൾ 1:15. അത് ഓരോ ബസ്സിൻ്റെ കണക്കാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ഞാൻ കൂടുതലും അവിടെ ചോറ് ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ മമ്മിക്ക് പൊതിച്ചോറ് കെട്ടിത്തരും. അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ മമ്മി എനിക്ക് എങ്ങനെയാണ് പൊതിച്ചോറ് കെട്ടിത്തന്നിരുന്നത് ആ ഒരു സ്റ്റൈലിലുള്ള പൊതിച്ചോറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ മമ്മി എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി അത് വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ല കേട്ടോ. അപ്പോൾ മമ്മി എനിക്ക് ആ പൊതിച്ചോറിനകത്ത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചുതരും. ചമ്മന്തി ഉണ്ടാവും, മുട്ട ഉണ്ടാവും, പിന്നെ ചിക്കൻ കറി ഉണ്ടാവും കേട്ടോ. ചിക്കൻ കറി പക്ഷേ പൊതിച്ചോറിലല്ല വെക്കുന്നത്, അത് വേറൊരു പാത്രത്തിലായിരിക്കും തരുന്നത്. അപ്പം അത് അന്നത്തെ ദിവസം ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല കേട്ടോ. അത് തലേദിവസം ഉണ്ടാക്കിയതായിരിക്കും. പിന്നെ രാവിലെ മമ്മി ചൂടാക്കിയിട്ട് ഒരു ബോക്സിലാക്കി തരുന്നതാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ വരുമ്പോഴത്തേക്ക് പൊതിച്ചോറ് തരുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷം വീട്ടിലേക്ക് പോയിട്ടില്ല. അപ്പോൾ മമ്മിയെ കാണാൻ ഭയങ്കര വിഷമം. അപ്പോൾ മമ്മി ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറ് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാനപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മമ്മി എനിക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി തരുപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാം മിസ് ചെയ്യുന്നുണ്ട് മമ്മിയുടെ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിന്നിപ്പോൾ വിചാരിച്ചത് ഇന്ന് എന്തായാലും പൊതിച്ചോറ് ഇങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പൊതിച്ചോറാണ് ഉണ്ടാക്കാൻ പോണത്. മമ്മീനെ വിചാരിച്ചങ്ങ് ഉണ്ടാക്കുക. മമ്മി എനിക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം.
ചമ്മന്തി അരച്ച കല്ലിലോട്ട് ചോറിട്ട് കഴിച്ച് നോക്കിയിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ. നമ്മൾ ചോറിൻ്റെ അകത്തിട്ട് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ കല്ലിൻ്റെ അകത്തിട്ട് ആ ചമ്മന്തി അരച്ച കല്ലിലോട്ട് ചോറിട്ട് കഴിക്കുന്നത്. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, മുട്ട വറുത്തത്, തേങ്ങാ ചമ്മന്തി. ഇനി നമുക്ക് എങ്ങനെയാണ് പൊതി കിട്ടുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വാഴയില വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീറാത്ത എല്ലാം നോക്കിയിട്ട് കിട്ടിയൊന്നുമില്ല. ഇപ്പം നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാ വാഴയിലും കീറിയതൊക്കെ തന്നെ കേട്ടോ. പക്ഷേ എന്നാലും കുറേ തപ്പി നടന്നിട്ടാണ് ഒരു വാഴയില കിട്ടിയത്. അപ്പോൾ അറ്റത്തിച്ചിരി കീറിയിട്ടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നടുക്കൊന്നും കീറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് ആദ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകാന്ന് വെച്ചാൽ നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാക്ക് വശത്ത് ഇത് ഞരമ്പ് പോലൊരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കളയണം. അതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പൊതിയാൻ ഇങ്ങനെ നമുക്ക് മടക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ വാഴയില കീറി പോകരുത്, സൂക്ഷിച്ച് കീറിയെടുക്കാം. അതിൻ്റെ മാക്സിമം ഒന്ന് കനം കുറയ്ക്കട്ടോ. ഇത് മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഞാനിത് ഗ്യാസിൽ വെച്ചിട്ടാട്ടോ വാട്ടിയെടുക്കുന്നത്. അടുപ്പേ വെച്ച് വാട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ എല്ലാവരുടെ അടുത്തും അടുപ്പൊന്നും കാണത്തൊന്നുമില്ലല്ലോ, അതുകൊണ്ടപ്പോൾ ഞാൻ ഗ്യാസിൽ തന്നെ കാണിക്കുന്നത് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഗ്യാസിൻ്റെ മൂടി വെച്ചിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, കൈ പൊള്ളരുത്. രണ്ട് വശവും ഒന്ന് വാട്ടിയെടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെ വാടിയാലേ ഇത് നമുക്കൊന്ന് മടക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ വാടിയ ഇലയിൽ പൊതിയുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത്. ഇത് മതി കേട്ടോ. ഇതിപ്പോൾ നല്ല കറക്റ്റ് വാടിയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതാ നല്ല സോഫ്റ്റായി. നമുക്ക് ചോറ് വിളമ്പാം. അതിൻ്റെ അകത്തേക്ക് ഇല വെക്കുന്നതിന് മുന്നേ ആദ്യം ഒരു പേപ്പർ ഇടാം. പേപ്പർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇല വെക്കാം. ഇതിലേക്ക് ചോറിടാം. ചോറ് വെക്കുമ്പോൾ സെൻറ്ററിൽ വേണം വെക്കാനായിട്ട്. അതിനുശേഷം അതിൻ്റെ അകത്ത് ഞാൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. അതിങ്ങനെ ഒന്ന് ഇലയൊന്ന് തടുത്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചമ്മന്തിയാണ് വെക്കുന്നത്. അപ്പോൾ ചമ്മന്തി ഞാൻ ഫുള്ള് വെക്കുന്നില്ല, പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി എടുത്തിട്ട് ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെക്കണം കേട്ടോ. ഒരു സൈഡിൽ ഓംലെറ്റ്. ഇതിൻ്റെ സൗകര്യത്തിന് ഞാൻ പേപ്പർ കൂടി തിരിക്കണേ കേട്ടോ. ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്യാം. ആദ്യം ഇങ്ങോട്ടേക്ക്, അത് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ. ഇങ്ങനെയാട്ടോ. ഇനി നമ്മൾ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, പേപ്പറിൻ്റെ ഒരു കോർണർ എടുക്കുക. കോർണറിലോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ കുതിയാം. വെച്ചിട്ട് ഇതിവിടുന്ന് ഇങ്ങനെ വന്നല്ലോ, ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്യുക. പോലെ ഈ അറ്റം വരുന്നവിടെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക. വാഴനാരുണ്ടെങ്കിൽ അത് വെച്ച് കെട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ റബ്ബർ ബാൻഡൊക്കെ ഇട്ടിട്ടാണ് ആൾക്കാർ കെട്ടുന്നത്. ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കുക. നമ്മുടെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിത് തുറക്കത്തില്ല. ഇതിപ്പോൾ നല്ലൊരു വാടി ഇലയൊക്കെയാണല്ലോ, അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കണം.
ഞാനത് തുറക്കുക കേട്ടോ, എനിക്ക് ക്ഷമയില്ല അത്. നല്ല മണം വരുന്നുണ്ട് ആ വാട്ടിയ ഇലയിൽ ചോറ് വെക്കുമ്പോഴത്തേക്ക്. ഇത് കഴിച്ചിട്ടുള്ളവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റും. നമുക്ക് ആ വാട്ടിയ ഇലയിൽ നമ്മൾ പൊതി കെട്ടുമ്പോഴത്തേക്ക് ഇത് കാണുമ്പോൾ എനിക്ക് മമ്മി പൊതി കെട്ടി തരുന്ന ആ ചോറിൻ്റെ ഒരു ഫീലിംഗ് തോന്നും. മമ്മി മിസ് യു. ഞാനത് കഴിച്ചു നോക്കട്ടെ. ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാവുന്നല്ലോ, ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത്. അപ്പം ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഈ അരമണിക്കൂർ ഇരുന്നപ്പോൾ തന്നെ അതിൻ്റെ വാഴയിലയുടെ മണം നന്നായിട്ട് അതിൽ കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ പൊതിച്ചോറ് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കെട്ടെന്ന് അഴിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പൊതിച്ചോറ് കെട്ടി നോക്കുക, ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്